കുട്ടിക്കാലത്ത് സ്കൂൾ യുവജനോത്സവങ്ങളിലും ക്ഷേത്ര ഉത്സവങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കലാരൂപമാണ് കഥകളി. അന്നു മുതലേ കഥകളിയോട് എനിക്ക് കമ്പം കയറി. ആദ്യമൊക്കെ കഥകളി കണ്ടാൽ മനസ്സിലാവാതെ ഞാൻ നിരാശപ്പെട്ടു. കഥകളി അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു കലയാണെങ്കിൽ കഥകളി മനസ്സിലാക്കുക എന്നുള്ളത് ഒരു കഴിവാണ്. ചടുലമായ മുഖഭാവങ്ങളും നേത്രചലനങ്ങളും ആംഗ്യങ്ങളും മുദ്രകളും എല്ലാം ചേർന്നതാണ് കഥകളി പ്രകടനം. ഈ പ്രകടനം ആസ്വദിക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കിയേ പറ്റൂ. മനസ്സിലാക്കണമെങ്കിലോ കഥകളി പഠിക്കണം. വാക്കുകൾ ഉപയോഗിക്കാതെ കഥ പറയുന്ന ഈ കലാരൂപത്തെ അടുത്തറിയാൻ വേണ്ടി ഇത് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. വൈകിയെടുത്ത ഒരു തീരുമാനമാണെങ്കിലും ഈ തീരുമാനം ഏറെ ക്രിയാത്മകമാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ കലാരൂപങ്ങളിലൊന്നാണ് കഥകളി. ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ളതായി ഈ കലാരൂപത്തെ കണക്കാക്കുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെയും 17-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയ്ക്കാണ് ഈ കലാരൂപത്തിൻ്റെ ഉത്ഭവം. കഥകളി പഠിപ്പിക്കുന്ന എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു വിദ്യാലയമാണ് ചേലിയ കഥകളി വിദ്യാലയം. കഥകളിയോടൊപ്പം തന്നെ മറ്റു കലാരൂപങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കഥകളിയെ അടുത്തറിയാനും കഥകളി പഠിക്കാനും കഥകളി മനസ്സിലാക്കാനും വേണ്ടി 14 ദിവസം നീണ്ടുനിന്ന ഒരു പഠന ശിബിരം കഥകളി ചേലിയ വിദ്യാലയം നടത്തി. കഥകളി പഠിക്കാൻ വേണ്ടി ഞാനും ആ കഥകളി പഠന ശിബിരത്തിൽ പങ്കെടുത്തു. കഥകളി വേഷം, കഥകളി സംഗീതം, ചെണ്ട, മദ്ദളം, ചുട്ടി, ഓട്ടംതുള്ളൽ എന്നിവയിലും ഈ പഠന ശിബിരത്തിലൂടെ പരിശീലനം നൽകുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ 70ഓളം ശിബിരാർത്ഥികൾ ഈ തവണത്തെ പഠന ശിബിരത്തിൽ പങ്കെടുത്തു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, അദ്ദേഹമാണ് ഈ വിദ്യാലയം രൂപീകരിച്ചത്. ഈ വിദ്യാലയം ഒരു നാടിൻ്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്നു. ജീവിതത്തിൽ കഥകളി പഠിക്കണമെന്ന് വൈകിയെടുത്ത തീരുമാനമുള്ള എന്നെപ്പോലെയുള്ള മറ്റുള്ളവരുമുണ്ടായിരുന്നു. എനിക്ക് സമാനമായവർ. ആദ്യമായി കഥകളി പഠിക്കുന്നത് കൊണ്ട് തന്നെ ഗ്രേസ്ഫുള്ളായി കഥകളി പഠിക്കാൻ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് കഥകളി അറിയുന്ന ആളുകളും കഥകളി ആസ്വദിക്കുന്ന ആളുകളും എൻ്റെ പ്രകടനം കണ്ട് നിരാശപ്പെടേണ്ട, എന്നോട് ക്ഷമിക്കണം. കഥകളി ഗ്രേസ്ഫുള്ളായും അതിൻ്റെ ഭാവത്തിലും കളിക്കാൻ എനിക്കിനിയും പരിശീലനം ആവശ്യമുണ്ട്. 14 ദിവസം നീണ്ടുനിന്ന കഥകളി പഠന ശിബിരം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നീളും. ശിബിരത്തിൽ പങ്കെടുത്ത എനിക്ക് ഇത് വളരെ നല്ലതും വ്യത്യസ്തവുമായ ഒരു അനുഭവമായിരുന്നു.